ഗൈസ് ഞാൻ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. സോ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 1 റുപ്പി ഡേ ആണ്. അതായത് ഞാനിന്ന് എന്ത് വാങ്ങിച്ചാലും 1 റുപ്പി. ഇപ്പം ഞാനൊരു കാറ് മേടിക്കാൻ 1 റുപ്പി, ഒരു വീട് വാങ്ങുക 1 റുപ്പി, എന്ത് വാങ്ങിച്ചാലും 1 റുപ്പി മാത്രമേ എനിക്ക് ചിലവ് വരുള്ളൂ. എന്നിട്ട് അപ്പോൾ എനിക്കും പിന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ സിറ്റിയിലുള്ള അധികം ആർക്കൊന്നും അറിയില്ല. കാരണം അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ സിറ്റിനെ വാങ്ങിച്ചുകൊണ്ട് പോകും. സോ നമുക്ക് ഇപ്പോൾ ഒരു സൂപ്പർ കാറാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സൂപ്പർ സ്പ്ലെൻഡറാണുള്ളത്. ഇതായിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല, വലിയ സ്പീഡ് പവറൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതിനേക്കാളും നല്ല പവറുള്ള സൂപ്പർ കാറുകൾ വേണം, ബൈക്കൊന്നും വേണ്ട. ബൈക്ക് അധികം എടുക്കാറില്ല. എനിക്കൊരു സൂപ്പർ കാറ് വേണം, പിന്നെ ഒരു വലിയൊരു വീടും വേണം. അയ്യോ, ഞാൻ അങ്ങനെ പോണേ, ഷോറൂമിൻ്റെ വഴി തെറ്റിയല്ലോ. നല്ല കുഴപ്പമില്ല, ഇത് കൂടെ പോകുന്നു. കുറച്ച് ലോങ്ങാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിലും ഒന്നല്ലേ, നമുക്ക് കുറച്ച് സംസാരിച്ചൊക്കെ പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇന്ന് വാങ്ങും. ആഗ്രഹങ്ങൾ വാങ്ങില്ല, എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹമുണ്ട്. ആ സാധനങ്ങളൊക്കെ ഇന്ന് ഞാൻ വാങ്ങും. വേഗം ഞാനങ്ങനെ ഷോറൂമിൽ എത്തിയിട്ടാണ്. ഇപ്പോൾ ഷോറൂമിലവിടെ സൂപ്പർ 5 ഉണ്ട്, ഞാനിവിടെ മസ്താങ് ഉണ്ട്, ഫെറാരി ഉണ്ട്. എൻ്റെ ഈ 3 വണ്ടികളേ ഉള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇന്നലെ തന്നെ മുതലാളി വിറ്റ്. ഇപ്പോൾ ഈ വണ്ടികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മുതലാളിനോട് ചോദിച്ചു നോക്കാം. പറഞ്ഞില്ല, സ്റ്റാഫും ഇല്ല. $1 ഇവന്മാരൊക്കെ പൂട്ടിക്കെട്ടി പോയി തോന്നുന്നു. നമുക്ക് അവരെ വിളിച്ച് പറയാം. നമുക്ക് മുതലാളിനെ വിളിച്ച് പറയാം. ഓക്കെ, ഞാനങ്ങനെ മുതലാളിനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. മുതലാളി പറഞ്ഞത് അതൊക്കെ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാണ്. ഏത് വണ്ടിയാണ് വേണ്ടത് ഇതൊക്കെ ഞാനിവിടെ കിടക്കണ ഈ 3 വണ്ടി മേടിച്ചിട്ടുണ്ട്. എനിക്ക് മൊത്തം $3 മാത്രമേ പോയിട്ടുള്ളൂ. സോറി, 3 റുപ്പി. ഒക്കെ തെറ്റിപ്പോകുന്നില്ല. ഞാനിവിടെ ഈ 3 വണ്ടികളിൽ ഫെറാറായിട്ട് എടുക്കണേ. മറ്റേ 2 വണ്ടികൾ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞിരിക്കണേ. അവരാദ്യം സമ്മതിച്ചില്ല, പക്ഷെ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഒരു $3 കൂടി തരാം. 3 രൂപ. ഇതെന്തായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? എനിക്ക് അപ്പോഴേ തോന്നിയതാണ് ഈ വല്ല ഫോറിൻ ഗെയിമൊക്കെ കളിക്കണ്ടെന്ന്. കുഴപ്പമില്ല, ശരിയായി പോയതാ. എനിക്ക് ചേർന്നിട്ടുണ്ട് എൻ്റെ ബൈക്ക്. കുഴപ്പമില്ല, നമുക്ക് ഞാൻ പറയുമ്പോൾ വീട്ടിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊരു വലിയ വീടും കൂടി വാങ്ങണം കേട്ടോ. സോ ഇവിടെ വീട് ഏതെങ്കിലും സെയിലുണ്ടോയെന്നൊന്നും അറിയില്ല. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ചുറ്റി വെക്കാം. അല്ല, വീടുകളൊന്നും സെയിലുണ്ടെങ്കിൽ നമ്മൾ അത് 1 രൂപയ്ക്ക് വാങ്ങും. അല്ല പിന്നെ സോ നമുക്ക് ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഉണ്ടാവാതിരിക്കില്ല, ഒരെണ്ണെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അയ്യോ കൊണ്ടുവന്നിട്ടുള്ളൂ, അപ്പേനെ പണിയാക്കി. കുഴപ്പമില്ല, നമ്മളിന്ന് ഒന്ന് പോയാൽ വേറൊന്ന്. നമുക്കിന്ന് $1 ഡേ ആണ്. ഫെറാരിന്ന് ഒന്നുമല്ല, $1 നമുക്ക് വാങ്ങാം. ആ പണിയുടെ പരിപ്പിളകി. കുഴപ്പമൊന്നുമില്ല, നമുക്കെന്തായാലും $1 ഉള്ളൂ. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് ചുറ്റി നോക്കാം, ഏതെങ്കിലും ഒരു വീട് ഉണ്ടാവാതിരിക്കില്ല. പൈസ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഒരു വീട് മാത്രമാണ് ഇപ്പോൾ സെയിലിനുള്ളത്. നല്ല വീടാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തപ്പി നോക്കാം. ഒന്ന് കയറി അകത്തേക്കൊന്ന് അതൊക്കെ പോയി നോക്കാം. ഓക്കെ, സെറ്റ്. എനിക്ക് അകത്തോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഇവിടെ ലിവിങ് റൂമാണ്. കൊള്ളാം. അവിടെ അങ്ങനെ ഒരു ടേബിളൊക്കെ ഉണ്ട്, ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ, TV, ബെഡ്. നല്ല വീട്. പിന്നെ നമുക്ക് മേലോട്ടൊന്ന് പോയി നോക്കാം. നേരെ എന്താണ്? ഓക്കെ, മേലെ കുറേ വർക്കൗട്ടിന് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വന്നാൽ ഇവിടെയും പിന്നെയും വർക്കൗട്ടിനുള്ള കാര്യങ്ങൾ. ഒരു ജിമ്മ് തുടങ്ങാൻ പറ്റും ഇവിടെ. അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം, ഒരു ജോലിക്കും ചെയ്ത് പോയില്ലെങ്കിൽ. ഓക്കെ, നല്ല വീടാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വീട്. പിന്നെ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. അതിലോട്ട് അയ്യോ രക്ഷപ്പെട്ടു. ഓക്കെ, എൻ്റെ ഈ സ്വിമ്മിങ് പൂളോടെ ഒന്ന് നീന്തി വെക്കാം. നല്ല സ്വിമ്മിങ് പൂള്, കുറച്ചൊക്കെ ആഴമുണ്ട്, നീന്താനൊക്കെ പറ്റുന്ന ഒരാളുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ മറ്റേ ഒരടി വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നീന്തൊക്കെ ചെയ്യാം, കുളിക്കുകയൊക്കെ ചെയ്യാം. അത് നല്ല വീടാണ്. സോ നമുക്ക് ഈ വീട് തന്നെയാണ് ബുക്ക് ചെയ്യാം, ഇതന്നെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുതലാളിയെ വിളിച്ചിട്ട് പറയാം. ഓക്കെ ഗൈസ്, മുതലാളി നമ്മൾ സംസാരിച്ച് $1 ഈ വീട് എനിക്ക് തരാമെന്ന് സമ്മതിച്ച്. ഗൈസ്, ആൻഡ് ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രൈവറ്റ് ഒരു ഫ്ലൈറ്റ് വേണം. അതായത് എനിക്ക് പറക്കാനൊക്കെ പറ്റണം ഒരു ഫ്ലൈറ്റ്.
ഓക്കെ, ഞാനതിന് എയർപോർട്ടിലോട്ട് പോയി നോക്കാം. നല്ല പ്രൈവറ്റ് ജെറ്റ് നല്ല എയർപോർട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ തോന്നുന്നു, അല്ലാതെ വേറെ എവിടെയും സെയിലിന് എന്തായിരുന്നു പ്ലെയിനൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. നമ്മളങ്ങനെ പെരിപ്പിളകെ വണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലോട്ട്. കുഴപ്പമില്ല, ഞാൻ വഴക്കോടൊക്കെ ഓടിക്കുന്നുണ്ട്, നല്ല മാന്യമായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ പെറ്റി വന്നാലും 1 രൂപേനെ ഉണ്ടാവുള്ളൂ. എയർപോർട്ടിൽ കൂടെ ഒക്കെ ഓടിച്ചാൽ പെറ്റിയൊക്കെ വരുന്നുണ്ടാവും, അപ്പോൾ അതിനോ 1 രൂപേനെ. അതായത് ഇവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് കാണുന്നുണ്ട്, ഇത് പ്രൈവറ്റാണ്. അതിൻ്റെ വലിയൊരു പ്ലെയിൻ കാണുന്നുണ്ട്. ഇത് വാങ്ങണം, ഇത് നമുക്ക് $1 വാങ്ങാം, അല്ല 1 രൂപയ്ക്ക്. ഇത് എപ്പോഴും ഞാൻ തെറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ വലിയ പ്ലെയിൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? അതിപ്പോൾ 1 രൂപയ്ക്ക് കിട്ടിയിട്ട് ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ പോണേ? എനിക്കാണെങ്കിൽ അമ്മേൻ്റെ ഫ്ലൈറ്റൊക്കെ ഓടിക്കാൻ വയ്യ. ഓക്കെ, എൻ്റെ ഇവിടെ ഇപ്പോഴും ഒരു യെല്ലോ കളറിലൊരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം, ഇത് സെയിലിനാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നല്ല എനിക്ക് ഒരു ഇത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൊരു 4 പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. 2 പേര് ഓടിക്കാൻ വേണ്ടി. ഇവിടെ ഫാന് പോലത്തെ ഒരു സാധനത്തിൻ്റെ പേരിക്കറിയില്ല, ഫാനിൻ്റെ ആണോ അറിയില്ല. ഓക്കെ, ഞാനിങ്ങനൊരു കളറിലാണ്, യെല്ലോ, വേറെ ഏതെങ്കിലും കളറുണ്ടോ അറിയില്ല, എന്നാലും ഈ ഒരു കളറിന് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സാധനം നമുക്കങ്ങ് വാങ്ങാം. ഏതപ്പം ഞാനാണെങ്കിൽ ഈ കാണുന്ന പ്ലെയിന് വാങ്ങി ഞാൻ ഈ കാണുന്ന പ്ലെയിനൊന്ന് ഓടിക്കാൻ പോവാണ്, അല്ല പറത്താൻ പോവാണ്. ഞാൻ പ്ലെയിൻ പറത്തിയത്ര ശീലമൊന്നുമില്ല, എന്നാലും ഞാൻ പറത്തിയിരിക്കും. എന്ത് പൊട്ടിയ വേറെ പ്ലെയിന് ഞാൻ പോവാതിരുന്നാൽ മതിയാ. അങ്ങനെ നമ്മൾ എയറിലോട്ട് പൊന്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എയറിലോട്ട് നമ്മുടെ പഴയ വീട് നിൽക്കുന്നത്. നമ്മളെ ഇനി പുതിയ വീട്ടിലോട്ടാട്ടോ നമ്മളെ പ്ലെയിനല്ല കാർസൊക്കെ കൊണ്ടുവരുന്നത്. നൈസായിട്ടുണ്ട്, നല്ല അടിപൊളിയാ. അയ്യോ ഇടിക്കില്ല. കാരണം ഞാനല്ലേ ഓടിക്കുന്നത്, കണ്ടാ ഇങ്ങനെയൊക്കെ ഓടിക്കും. അമ്മച്ചേ അയ്യപ്പ വണ്ടി ഇറങ്ങിക്കോ, പ്ലെയിനിൽ നിന്ന് അയ്യോ ഇറങ്ങിക്കോ, ചാടിക്കോ. അയ്യോ രക്ഷപ്പെട്ട്. പ്ലെയിൻ കരിഞ്ഞോ? അയ്യോ പ്ലെയിൻ കത്തിപ്പോയി, പ്ലെയിനോട് കത്തി കരിഞ്ഞു പോയി. കുഴപ്പമില്ല, $1 നമുക്ക് പിന്നെയും വാങ്ങാം.